ഇതേപോലെ നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈല് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെമ്മീനാണ്, അല്ലാതെ പിന്നെ എങ്ങനെ ചെമ്മീൻ ബിരിയാണി ആകുമല്ലേ. അപ്പൊ ഇതേപോലെ നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലാവരും ചെയ്യുന്ന പോലെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ചെമ്മീൻ പൊരിച്ച എണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും സവാളയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ സ്പൈസസ് ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് അതൊന്നും മൂപ്പിച്ചെടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി ചേർത്ത് പിന്നെ തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ. പിന്നെ ഫ്രൈ ചെയ്ത ചെമ്മീനും പിന്നെ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല മാത്രമായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇശൽ കൈമയുടെ അരിയാണ്. കുഞ്ഞ് അരി എടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയേക്കുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ്. എന്നിട്ട് നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം ഒരു റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും നെയ്യും കൂടി ചേർത്തിന് നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അത്രയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.